അങ്ങനെ എല്ലാരും കൂടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എന്നെയും ആന്നെയും അഞ്ജുനെയും യാത്രയാക്കി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മൂന്നാളും കൂടെ ഏതോ ദൂരെ യാത്രയ്ക്ക് പോകുകയാണ്. ആൻമോൾക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അച്ഛനും അമ്മയ്ക്കും നമുക്കൊരു ടാറ്റ പറയണമെന്ന് തോന്നി, നമ്മളും തിരിച്ച് അതേപോലെ ടാറ്റ പറഞ്ഞു. കാർ പാർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു. ടയർ അതിൽ വീഴാത്തത് എന്തോ ഭാഗ്യം. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി കുറച്ചു നേരത്തേക്ക് വീട്ടിൽ കാണത്തില്ല, അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ശംഖുമുഖത്താണ്. ചൂടോടെ നല്ല തട്ട് ദോശയും ബജിയൊക്കെ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, ഭയങ്കര കാറ്റും മഴയും കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാറ്റിന്റെ ശക്തി കൊണ്ടിട്ട് ഒരു ഉപ്പിലിട്ട മാങ്ങ വാങ്ങി അതുപോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിനെയും മഴേനെയൊക്കെ അവരുടെ പാട്ടിന് വിട്ടിട്ട് ഞാനും അഞ്ജു മാനും നല്ല ആസ്വദിച്ച ആ തണുപ്പത്ത് നിന്ന് നല്ല ഉപ്പിലിട്ട മാങ്ങ കഴിക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ഉപ്പിലിട്ട മാങ്ങയും കാറ്റും മഴയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിന്റെ രൂപം മാറിയപ്പോൾ ഞങ്ങൾ ഒരു ഒറ്റ ഓട്ടം. ഈ കട്ടൂടെ കണ്ണു കണ്ടൂടാ ശിവനെ, ഇത് യാതില്ല. ഈ ഓട്ടത്തിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കൂടെ ചുറ്റും നിന്നിരുന്ന കുറെ ആളുകൾ ഈ ഒരു കാറ്റും മഴയും കൂടാൻ തുടങ്ങിയപ്പോഴേക്കും ഒറ്റ ഓട്ടം. അവരെ കണ്ടപ്പോൾ നമ്മളും പേടിച്ച് പിന്നെ നമ്മളും അവരെ പോലെ ഓടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാറ്റിന്റെ വേഗതയും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു. അപ്പൊ തോന്നി ഒന്ന് കടലും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. കടല് കാണാൻ വളരെ ധൈര്യത്തോടു കൂടി ഇറങ്ങിയപ്പോൾ തിരമാലകളുടെ ആ അടിക്കുന്ന ശബ്ദമില്ലേ, അത് കേട്ടതോടെ ഞങ്ങൾ വീണ്ടും ബ്ലാങ്കായി പിന്നെയും തിരിച്ചു കയറി നമ്മൾ ആക്ച്വൽ ഡെസ്റ്റിനേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് സാൻഡ്ര ചേച്ചി. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ തുണി അങ്ങനെ അധികം എടുത്ത് തയ്ക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യത്തിന് പെട്ടെന്നൊരു തുണി എടുത്ത് ഒരു സാധനം തയ്ക്കണം എന്ന് പറയുമ്പോഴേക്കും ഐഡിയ ഒന്നും തലവഴി പോകാറില്ല. പക്ഷേ സാൻഡ്ര ചേച്ചി എടുത്ത് ഇതാണ് തുണിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഇതിൽ തയ്ച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കുന്നത് എന്ന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആൻമോളുടെ ആദ്യ കുർബാനയുടെ ഫ്രോക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ അഞ്ജുന് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഇമാജിനേഷൻ റിയാലിറ്റിയിൽ കൊണ്ടുവന്നത് ചേച്ചിയായിരുന്നു. അത്ര അടിപൊളിയാണ് ചേച്ചിയുടെ ഓരോ വർക്കും. അങ്ങനെ സാൻഡ്ര ചേച്ചിയോടും പിള്ളേരോടും ഒക്കെ ബായ് പറഞ്ഞ് ഇതിനിടയ്ക്ക് പിള്ളേരെ കാണിക്കാൻ മറന്നുപോയി. അവന്മാർ കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ എന്തായാലും ബായ് പറഞ്ഞ് നമ്മളും തിരിച്ചു പോവുകയാണ്. ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബൈ.